ഭൂമിയുടെ യഥാർത്ഥ അവകാശികളെന്നാണ് നാഗങ്ങളെ നമ്മൾ പറയാറുള്ളത്. ഈ നാഗങ്ങളുടെ ഉത്ഭവ കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായ മരീചിയുടെ പുത്രനാണ് അതിതേജസ്വിയായ കശ്യപൻ. ദക്ഷ പ്രജാപതിയുടെ പുത്രന്മാരായ കദ്രുവും വിനുതയുമാണ് അദ്ദേഹത്തിൻ്റെ പത്നിമാർ. പത്നിമാരുടെ ശുശ്രൂഷയിൽ സംപ്രീതനായ കശ്യപൻ അവർക്ക് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. ഉടൻ കദ്രു അതിശക്തിയോടുകൂടിയ 1000 നാഗങ്ങൾ തനിക്ക് പുത്രന്മാരായി ഉണ്ടാകണമെന്ന് വരം ചോദിച്ചു. വിനുതയാകട്ടെ കദ്രുവിൻ്റെ മക്കളേക്കാൾ വീര്യവും പരാക്രമവും ഓജസ്സുമുള്ള 2 പുത്രന്മാരുണ്ടായാൽ മതി എന്ന വരമാണ് ചോദിച്ചത്. വരബലത്താൽ കദ്രു 1000 മുട്ടകളിടുകയും 500 വർഷങ്ങൾക്ക് ശേഷം അവ വിരിഞ്ഞ് 1000 നാഗങ്ങൾ ഉത്ഭവിക്കുകയും ചെയ്തു. ക്ഷമയില്ലാത്ത വിനുത തൻ്റെ 2 മുട്ടകളിൽ ഒന്ന് പൊട്ടിച്ചു നോക്കുകയും അതിൽ നിന്നും പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത അരുണൻ പിറക്കുകയും ചെയ്തു. പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ ക്ഷമിക്കുവാൻ കഴിയാത്ത വിനുതയെ അരുണൻ ശപിച്ചു. ഇനി മുതൽ കദ്രുവിൻ്റെ ദാസിയായി 500 കൊല്ലം ജീവിക്കണമെന്നും ഇനിയുള്ള അണ്ഡത്തിൽ നിന്നും പുറത്തു വരുന്ന മകൻ അമ്മയെ ദാസ്യത്തിൽ നിന്നും രക്ഷിക്കുമെന്നും പറഞ്ഞ് ആകാശത്തിലേക്ക് ഉയർന്ന് ആദിത്യ സാരഥിയായി പ്രശോഭിച്ചു. സമയമായപ്പോൾ 2ാമത്തെ മുട്ട വിരിഞ്ഞ് ഗരുഡൻ പുറത്തു വന്നു. കദ്രു പുത്രന്മാരായ 1000 നാഗങ്ങളിൽ നിന്നാണ് ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്ന നാഗങ്ങളൊക്കെ ഉത്ഭവിച്ചത്. നാഗപ്രീതിക്കായിട്ട് 100 പാലും ഒക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ സന്താന സൗഭാഗ്യത്തിനൊക്കെ നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് വളരെയധികം നല്ലതാണെന്ന് പറയുന്നു. അപ്പം എല്ലാവരും നാഗാരാധനയൊക്കെ ചെയ്യുക. നാഗപഞ്ചമ ദിവസമൊക്കെ അമ്പലത്തിൽ പോയി നാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ കഴിക്കുന്നത് വഴി കുടുംബത്തിനും സർവൈശ്വര്യമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്